രൂപാദന്യതവേക്ഷിതം കിമഭിദഃ ചക്ഷുഷ്മതാം ദൃശ്യതേ തദ്വദ് ബ്രഹ്മവിദഃ സതഃ കിമപരം ബുദ്ധേർവിഹാരാസ്പദം. വിവേക ചൂടാമണിയിലുള്ള ഒരു ശ്ലോകമാണിത്. ഞാൻ ആദ്യകാലത്ത് ഇത് അനവധി ചൊല്ലിയിട്ടുണ്ട്. ഈ ശ്ലോകത്തിന് എന്താ അർത്ഥം എന്നറിയാമോ നിങ്ങൾക്ക്? ബ്രഹ്മപ്രത്യയ സന്തതിർജഗതോ ബ്രഹ്മൈവ സത്സർവതഃ. ഈ ലോകം എന്ന് പറയുന്നത്, ജഗത്ത്, ബ്രഹ്മം എന്ന് പറയുന്ന പ്രത്യയത്തിൽ നിന്നും ഉണ്ടായതാണ്. മണ്ണിൽ നിന്നുണ്ടായ മൺപാത്രങ്ങളെപ്പോലെ, സ്വർണത്തിൽ നിന്നുണ്ടായ സ്വർണ്ണ ആഭരണങ്ങളെപ്പോലെ ഈ ബ്രഹ്മത്തിൽ നിന്നുണ്ടായതാണ് ഇത് മുഴുവനും. അപ്പൊ ബ്രഹ്മം വെള്ളത്തിൽ നിന്ന് ഐസ് ഉണ്ടായതുപോലെ, നീരാവി ഉണ്ടായതുപോലെ, അപ്പൊ അതില് വെള്ളം എന്ന് പറയുന്ന ഒരു പദാർത്ഥമല്ലേ അതിലുള്ളൂ. നീരാവി ആയാലും ഐസായാലും. അതുപോലെ ഇവിടെയും ബ്രഹ്മപ്രത്യയ സന്തതിർജഗതോ, ബ്രഹ്മം എന്ന് പറയുന്ന പ്രത്യയത്തിന്റെ സന്തതിയായ ഈ ജഗത്തിൽ ബ്രഹ്മൈവ സത്സർവതഃ, അതിൽ ബ്രഹ്മം മാത്രമേ എപ്പോഴും ഉള്ളൂ. ബ്രഹ്മപ്രത്യയ സന്തതിർജഗതോ ബ്രഹ്മൈവ തത്സർവതഃ, ബ്രഹ്മൈവ തത്സർവതഃ. ബ്രഹ്മം എന്ന് പറയുന്ന പ്രത്യയത്തിൽ നിന്ന് ഉണ്ടായ ഈ ജഗത്ത് എപ്പോഴും അതേ ബ്രഹ്മം തന്നെയാണ്. ഇത് നീ എന്തു വേണം? ഗുരു ശിഷ്യനോട് പറയാണ്. ശങ്കരാചാര്യർ എഴുതിയതാ. പശ്യാധ്യാത്മദൃശ പ്രശാന്ത മനസാ, അധ്യാത്മമായിരിക്കുന്ന ദൃഷ്ടി കൊണ്ട് നീ ഇത് കാണണം. എങ്ങനെ? പ്രശാന്ത മനസാ, മനസ്സ് പ്രശാന്തമാവണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രാഗമോ ദ്വേഷമോ ആശയോ അത്യാശയോ ഒന്നും നമുക്കുണ്ടാവരുത്. പശ്യാധ്യാത്മദൃശ പ്രശാന്ത മനസാ സർവാസ്വഭസ്താസ്വപി, എല്ലാ അവസ്ഥകളിലും ഈ ധാരണ വിട്ടുകളയരുത്. ഈ ധാരണ എങ്ങനെയാ നമുക്കുണ്ടാവുക? തത്വവിചാരം ചെയ്ത്, അല്ലെങ്കിൽ ധ്യാനം ചെയ്ത്, മനനം ചെയ്ത് ഉണ്ടാവുന്നു. ആ മനനം ചെയ്ത് കിട്ടുന്നതായ ഈ അറിവ്, ഈ ജ്ഞാനസമ്പത്ത് ഉണ്ടല്ലോ, അത് സൂക്ഷിച്ചുകൊണ്ട് എല്ലാ സമയത്തും നീ സത്യം കണ്ടുകൊണ്ടിരിക്കണം. നീ കാണുന്നത് എന്തോ ആവട്ടെ, ശബ്ദമാകട്ടെ, സ്പർശമാകട്ടെ, രസമാകട്ടെ, ഗന്ധമാകട്ടെ, അതൊക്കെ ഇന്ദ്രിയങ്ങൾ വരുത്തി തീർക്കുന്നതാണ്. ഇന്ദ്രിയങ്ങൾ എന്തിനെ കണ്ടിട്ടാ ഈ ശബ്ദം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രൂപം എന്ന് പറയുന്നത്? ഇത് നല്ല പോലെ മനസ്സിലാക്കി. രൂപാദന്യതവേക്ഷിതം കിമഭിദഃ ചക്ഷുഷ്മതാം ദൃശ്യതേ. ഗുരു, അങ്ങ് ഈ പറയുന്നത് മാതിരി ഈ ലോകത്തിലെ ഇന്ദ്രിയ പദാർത്ഥത്തെ കണ്ടാലും അത് ബ്രഹ്മമാണെന്നുള്ള ആ കാഴ്ചപ്പാട് സ്ഥായിയായിട്ട് നിലനിൽക്കുമോ? എങ്ങനെയാണത്? ഒന്നും കൂടി പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചപ്പോ ഗുരു പറയുന്നതാ. എന്ത്? രൂപാദന്യത് അവേക്ഷിതം കിമഭിദഃ ചക്ഷുഷ്മതാം ദൃശ്യതേ. പ്രേക്ഷകരെ, നിങ്ങൾ ശ്രദ്ധിക്കോ ഞാൻ ഈ പറയുന്നത്? കണ്ണുള്ളവന് രൂപമല്ലാതെ എന്തെങ്കിലും എപ്പോഴെങ്കിലും കാണുകയോ തോന്നുകയോ ചെയ്യോ? നിങ്ങൾ കണ്ണെടുത്ത് നോക്കിയാൽ കാണുന്നത് രൂപമാണ്. ഒരു രൂപവും ഇല്ലെങ്കിൽ ഇരുട്ടിനെ നിങ്ങൾക്ക് കാണാം. അപ്പൊ കണ്ണുണ്ടെങ്കിൽ കാഴ്ചയുണ്ടെന്നുള്ളത് തീർച്ചയാണ്, അത് രൂപമാണ്. അതുപോലെ രൂപാദന്യതവേക്ഷിതം കിമഭിദഃ ചക്ഷുഷ്മതാം ദൃശ്യതേ തദ്വത് ബ്രഹ്മവിദഃ സതഃ കിമപരം ബുദ്ധേർവിഹാരാസ്പദം. അതുപോലെ ബ്രഹ്മത്തെ അറിഞ്ഞവന് അവന്റെ ബുദ്ധിയിൽ, അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ ഈ ബ്രഹ്മമല്ലാതെ ഒന്നും തന്നെ വിഹരിക്കാനായിട്ടുണ്ടാവില്ല എന്ന്. ഈ അറിവിന് അത്ര വലിയ ശക്തിയാണ് കൂട്ടരെ. ഇത് സാധന ചെയ്ത്, തപസ് ചെയ്ത്, തത്വമനനം ചെയ്ത്, തത്വശ്രവണം ചെയ്ത്, ഏകാഗ്രമായ ധ്യാനം പരിശീലിച്ച്, മനസ്സിലുള്ള മനോവൃത്തികളെല്ലാം ശാന്തമായി, ബുദ്ധിയിലുള്ള സംശയങ്ങളെല്ലാം വിട പറഞ്ഞ് നിശ്ചലവും നിർവികാരവുമായിരിക്കുന്ന ഒരു സ്വസ്ഥത മനസ്സിൽ ആനന്ദ നിർഭരമായി അനുഭവപ്പെടുമ്പോഴാണ് ഈ അറിവ് നമുക്കുണ്ടാവുന്നത്. ഈ അനുഭവജ്ഞാനത്തെയാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. എന്താ ഞാനിവിടെ പറഞ്ഞത്? ഇവിടെ സ്ഥൂല വസ്തു എന്നൊന്നില്ല, സ്ഥൂല പ്രപഞ്ചം എന്നൊന്നില്ല. നമ്മുടെ ശരീരം, സ്ഥൂലമായ ശരീരം പോലും നാം ഉള്ളിൽ അനുഭവിച്ചു പറയുന്നതാണ്. ഉള്ളതെന്ന് പറയുമ്പോൾ അത് സ്ഥൂലമല്ല, സൂക്ഷ്മമാണ്. ആ സൂക്ഷ്മമായിരിക്കുന്ന ബോധതലത്തിലുള്ള അനുഭവത്തെ നിങ്ങൾ എങ്ങനെ സ്ഥൂലം എന്ന് ചിത്രീകരിക്കും? അപ്പൊ സൂക്ഷ്മതലത്തിലുള്ള അനുഭവമാണ് ദേഹം. ആ ദേഹത്തിലുള്ള ഇന്ദ്രിയങ്ങൾ മൂലം കാണുന്നതാണ് ഈ ലോകം.
അപ്പോൾ ഈ ദേഹം തന്നെ സൂക്ഷ്മാനുഭവമായിരിക്കെ ആ ദേഹത്തിലൂടെ ഇന്ദ്രിയങ്ങളിലൂടെ കാണുന്ന വസ്തുക്കളും സൂക്ഷ്മതലത്തിൽ പതിഞ്ഞ് ആ പതിപ്പുകളായിരിക്കെ ഇവിടെ എവിടെയാ സ്ഥൂല പ്രപഞ്ചം എന്ന് പറയുന്നത്? അപ്പോൾ ഈ സ്ഥൂലം മുഴുവനും സൂക്ഷ്മത്തിലുള്ള ഒരു പ്രതീതിയാണ്. അതിന് ഉദാഹരണമില്ല, എന്നാലും വലിയ ഒരു ജലാശയത്തിൽ പൊന്തിക്കിടക്കുന്ന കുമിളകൾ പോലെ എന്ന് പറഞ്ഞോളൂ. അത് ശരിയല്ല, എന്നാലും ആ ഒരു അനുഭവം നമുക്ക് വരുമ്പോഴാണ് വിജ്ഞാനമാവുന്നത്. അതുവരെ വിജ്ഞാനമായിട്ടില്ല. ആദാവന്തേജ മധ്യേജ സൃജ്യാത്സൃജ്യം യദന്വിയ പുനസ്തത് പ്രതിസംഗ്രാമേ യത് ശിഷ്യേത തദേവ സത്. ഈ ലോകത്തിൽ സത്ത് അസത്ത് എന്ന് നാം രണ്ട് സങ്കല്പം പറയാറുണ്ട്. ഇത് നിങ്ങളെല്ലാം മനസ്സിലാക്കേണ്ടതാണ്. ദാർശനിക മണ്ഡലത്തിൽ രണ്ട് പ്രധാനപ്പെട്ട വാക്കാണ് സത്ത് അസത്ത് എന്ന് പറയുന്നത്. നമ്മൾ ശകാരിക്കുമ്പോൾ അസത്തേ എന്ന് പറഞ്ഞ് ശകാരിക്കും, അതല്ല. അത് ആ വാക്കുകൾ എന്തായാലും അങ്ങനെയെങ്കിലും പറയുന്നുണ്ടല്ലോ. പക്ഷെ സത്തേന്ന് ആരോടും പറയാറില്ല. സജ്ജനങ്ങൾ എന്നൊരു വാക്കേ പറയാറുള്ളൂ. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ കുട്ടികളെ എനിക്കൊരു സത്പുത്രനുണ്ട് എന്ന് പറയാറുണ്ടോ? ഇല്ല. എൻ്റെ കുട്ടി തരക്കേടില്ല എന്നൊക്കെ പറയാറുള്ളൂ. സജ്ജനം എന്നൊരു വാക്കേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ അസത്ത് എന്ന് പറഞ്ഞാൽ എന്താണത്? സത്തല്ലാത്തത് അസത്ത്. ആ സത്ത് അസത്ത് എന്നുള്ള രണ്ട് സങ്കല്പം നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം. ഇത് വ്യക്തമായിട്ട് പറയുന്നത് ആരാ? കൃഷ്ണൻ. ആരോട്? അർജുനനോട്. എപ്പോഴാ? ഗീത ഉപദേശിക്കുന്ന സമയത്ത്, യുദ്ധത്തിന് മുൻപ്. അവിടെ നടക്കാൻ പോകുന്നത് അതികഠോരമായിരിക്കുന്ന യുദ്ധം. അതിൽ 45 ലക്ഷം പേരാണ് മരിക്കാൻ പോണത്. അവരൊക്കെ കൊന്നു ചാവണതാണ്. അതിനെക്കുറിച്ചാണ് അർജുനൻ്റെ മനസ്സിലുള്ള വ്യാകുലത. അപ്പം വ്യാകുലതയെ നീക്കാൻ വേണ്ടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതാണ് നാശം എന്നൊന്ന് ഒരിക്കലും ഒരു കാലത്തും ഒരിടത്തുമില്ല എന്ന്. അതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും? എല്ലാറ്റിനും നമ്മുടെ കയ്യിൽ ആശയ കുശലമായിരിക്കുന്ന മനസ്സുണ്ട്. പിന്നെയോ സംസാരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നാവും വോക്കൽ സിസ്റ്റവും നമുക്കുണ്ട്. ഇത് കൂട്ടിയിണക്കാനുള്ള ബുദ്ധിയുണ്ട്. ഇതാണ് മനുഷ്യൻ്റെ വൈഭവം. അദ്ദേഹം പറയുകയാണ്, നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സതഃ ഉഭയോരപി ദൃഷ്ടോന്തഃ തു അനയോ തത്വദർശിഭിഃ. ഞാൻ ഈ ഒരു ശ്ലോകം, ഞാൻ ഭഗവത്ഗീത സംസാരിക്കുന്ന ആളാണല്ലോ. കൃഷ്ണൻ പറഞ്ഞതുപോലെ ഗീതയ്ക്ക് വിവരണം നൽകണമെന്നാണ് ഈ സ്വാമിജിയുടെ ഉള്ളിലുള്ള എപ്പോഴും വിചാരം. ഞാൻ ഒരു വ്യാഖ്യാനങ്ങളും നോക്കാറില്ല. ഗീത വായിച്ച് നേരിട്ട് മനസ്സിലാക്കി കൃഷ്ണൻ പറയുന്നത് മാതിരി പറയണം എന്നാണ് എൻ്റെ വിചാരം. ചിലരൊക്കെ എനിക്ക് എഴുതുന്നുണ്ട്. എന്താ? സ്വാമിജി ഭാഗവതം പറയുമ്പോൾ സ്വാമിജി തന്നെ കൃഷ്ണൻ സ്വാമിജിയായിട്ട് പറയുകയാണെന്നാണ് ഞങ്ങളുടെ അനുഭവം എന്നാണ് പറയണവർ. അപ്പോൾ ഇത് പറയുമ്പോൾ ഞാനിങ്ങനെ വായിക്കണമെന്നേ ഉള്ളൂ. ഞാൻ തന്നെയാണ്. പക്ഷേ എനിക്ക് ഒരു വിചാരമുണ്ട്, കൃഷ്ണൻ പറഞ്ഞതുപോലെ പറയണം. അതാണ് ഞാനൊരു കാവ്യത്തിൽ പറഞ്ഞത്. എന്ത്? ഞാനിത് പറയാൻ പുറപ്പെടുന്നു എൻ്റെ കൃഷ്ണ, പക്ഷേ എൻ്റെ കൂടെ മുമ്പിലും പിമ്പിലും ഉള്ളിലും പുറത്തുമൊക്കെ ആയിട്ട് നിന്ന് എനിക്കിത് പറയാൻ എന്നെ നിർബന്ധിക്കണം, അപ്പോഴേ പറയുള്ളൂ. അല്ലെങ്കിൽ ഇത് പറഞ്ഞോളം എന്നുള്ളൊരു നിർബന്ധം എനിക്കില്ല. അപ്പം എന്നെ പിന്നാലെ നിന്ന് വേണ്ടി വന്നാൽ തോണ്ടിയൊക്കെ പറയിപ്പിക്കണം എന്നൊക്കെ ഞാൻ കൃഷ്ണനോട് പറയുന്നുണ്ട്. നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സതഃ ഉഭയോരപി ദൃഷ്ടോന്തഃ തു അനയോ തത്വദർശിഭിഃ. ഈ ഒരു ശ്ലോകം ഉണ്ടല്ലോ, എല്ലാ സ്ഥലത്തും ഞാനിത് വിവരിക്കാറില്ല. എന്നാൽ നല്ലൊരു സദസ്സിനോട് ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് നിങ്ങളോട് പറയുന്നത് പോലെ ഞാൻ പറയാറുണ്ട്. കേട്ടോളൂ വളരെ ശ്രദ്ധിച്ച്. നിങ്ങളുടെ പൂർവ്വവിചാരങ്ങളെയൊക്കെ അവിടെ ഭാണ്ഡം കെട്ടിവെക്കൂ. അതൊന്നും ഇവിടെ കൊണ്ടുവരരുത്. പറയുമ്പോൾ പറയുന്നത് കേൾക്കുക. ഓ അങ്ങനെ ഇങ്ങനെയൊന്നും നിങ്ങൾ പറയരുത്. നിങ്ങളുടെ പുരാണമൊന്നും എനിക്കിവിടെ ആവശ്യമില്ല. ഈ പറയുന്നത് അനുസരിച്ച് ഗ്രഹിക്കുക. രണ്ട് വാക്കുകളാണ് സത്ത് അസത്ത്. എന്താ ഈ സത്ത് അസത്ത്? എങ്ങനെയാണ് മനസ്സിലാക്കുക? അത് മനസ്സിൽ അങ്കുരിക്കുന്നതായ ഒരു പ്രത്യയം, ഒരു സങ്കല്പം, ഒരാശയമാണ്. സത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അസത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നാസതോ വിദ്യതേ ഭാവ അസതഃ ഭാവ ന വിദ്യതേ. അസത്ത് എന്ന് പറയുന്നത് എന്താ? അതിന് ഒരു കാലത്തും ഒരിക്കലും ഒരു സ്ഫുരണമോ പ്രകടനമോ അഭിവ്യക്തിയോ ഇല്ല. അപ്പം അസത്ത് നമ്മളൊരു വാക്ക് പറയുന്നുണ്ടെങ്കിലും അത് ഒരു കാലത്തും പ്രത്യക്ഷപ്പെടാത്തതാണ്. അസതഃ ഭാവഃ ന വിദ്യതേ. അസത്തിന് ഒരു കാലത്തും പ്രകടനമില്ല, സ്ഫുരണമില്ല. നാഭാവോ വിദ്യതേ സതഃ. സത്തിന് ഒരു കാലത്തും അഭാവവുമില്ല. അപ്പം സത്താണെങ്കിൽ അതൊരിക്കലും
പ്രകടനം വിട്ടുപോവില്ല, എപ്പോഴും അത് പ്രകടമായിക്കൊണ്ടിരിക്കും. അസത്തിനോ ഒരു കാലത്തും പ്രകടനമുണ്ടാവില്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ ഇംഗ്ലീഷിൽ പറയട്ടെ. എനിത്തിങ് ദാറ്റ് ഈസ് റിയൽ will never go out of expression. It will always be expressed. Anything that is unreal will never have any expression at all. അപ്പോൾ അസത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും അതിന് ഒരു സ്ഫുരണമോ പ്രകടനമോ ഇല്ല. സത്താണെങ്കിലോ ഒരു കാലത്തും അപ്രകടനവും ഇല്ല. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? കൃഷ്ണൻ പറയുന്നു, ഉഭയോരപി ദൃഷ്ടോന്തഃ. ഈ സത്തും അസത്തും തമ്മിലുള്ള ഈ വ്യത്യാസം തത്വദർശികളായിട്ടുള്ളവർ മുൻപേ കണ്ടുപിടിച്ചു വച്ചിട്ടുള്ളതാണ്. അപ്പോൾ കൃഷ്ണൻ പുതിയതായിട്ട് പറയല്ല. സത്ത അസത്ത് എന്ന രണ്ട് സങ്കല്പം കൃഷ്ണൻ്റെ ചെറുപ്പകാലത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട്. സാന്ദീപന് വിവരിച്ചു കൊടുത്തിട്ടുമുണ്ട് കൃഷ്ണന്. അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പം സത്ത ഒരു കാലത്തും ഇല്ലാതെയാവില്ല, അസത്തോ ഒരു കാലത്തും ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കാനുള്ളത്? അസത്തില്ല, സത്തയുള്ളൂ. അങ്ങനെ സത്തേ ഉള്ളൂ. ഉള്ളതൊക്കെ സത്താണെങ്കിൽ ആ സത്ത് മാറ്റത്തിന് വിധേയമാണോ? അല്ല. മാറിയാൽ ഉള്ളതില്ലാതെയാവുമ്പോഴാണല്ലോ മാറ്റം എന്ന് പറയുന്നത്. എന്താ സംശയമുണ്ടോ? ഉള്ളതിൽ എന്തെങ്കിലും പരിവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളത് മാറി വേറെ ഒന്നായി തീരുക. ഒരു വാച്ചിൻ്റെ സൂചി എടുത്ത് നോക്കിക്കോളൂ. ഇതാ എൻ്റെ ഇടത്ത് ഭാഗത്ത് ചുമരിലൊരു വാച്ചുണ്ട്. അതിലൊരു സെക്കൻഡ് ഹാൻഡ് ഉണ്ട്. ഒരു ലോങ്ങും ഒരു ഷോർട്ടും 2 ഹാൻഡ്സും ഉണ്ട്. ഞാനിങ്ങനെ നോക്കുമ്പോൾ അതിൽ ആ സെക്കൻഡ് ഹാൻഡ് ഉണ്ടല്ലോ, അതിങ്ങനെ ടക്ക് 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 എന്നിങ്ങനെ ചാടിക്കൊണ്ടിരിക്കുക. ആ ചാടുന്നത് ഒരു മാറ്റമാണല്ലോ. എന്ത് സാധനവും ഇവിടെ മാറിക്കൊണ്ടിരിക്കുക, മാറാത്തതൊന്നുമില്ല. ക്ഷണേക്ഷണേയം നവതാമുപൈതി. ഈ പ്രകൃതി അല്ലെങ്കിൽ പ്രകൃതിയുടെ എന്ത് സൃഷ്ടിവിശേഷവും ചെറുതോ വലുതോ ആയിക്കോട്ടെ, ക്ഷണേക്ഷണേയം ഓരോ ക്ഷണത്തിലും പുതുമ വരിച്ചുകൊണ്ടിരിക്കുക. ആ പുതുമയ്ക്കാണ് നമ്മൾ മാറ്റം എന്ന് പറയുന്നത്. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് അഭാവത്തിനെയല്ലേ സൂചിപ്പിക്കുന്നത്? നിലനിന്നത് പോയി പുതിയതായിട്ടൊന്ന് വരുന്നു. അപ്പം അവിടെ ഒരു ഭാവം ഒരു അഭാവം രണ്ടും ഉണ്ടാവുന്നുണ്ട്. അത് സത്തിൻ്റെ ലക്ഷണമല്ലല്ലോ. അല്ല. എന്നാൽ പിന്നെ ഇത് നടക്കുന്നുണ്ടല്ലോ. ഉവ്വ്. അപ്പം നമ്മൾ എന്താ പറയേണ്ടത്? സത്തല്ലാതെ ഒന്നുമില്ല എന്ന് പറയുന്നു. പക്ഷേ ഈ കാണുന്നതിനൊക്കെ സത്ത് ലക്ഷണം കാണുന്നുമില്ല, സത് ലക്ഷണം. അപ്പം പിന്നെ എന്താ പറയേണ്ടത്? ഇത് ഒരു തരത്തിലുള്ള മായയാണ്. സത്താണെങ്കിൽ ഒരിക്കലും മാറില്ല, അസത്താണെങ്കിലോ ഒരു കാലത്തും ഉണ്ടാവില്ല. ഇപ്പം നമ്മുടെ മുൻപിലുണ്ടല്ലോ, നമ്മുടെ ശരീരമുണ്ടല്ലോ, ജാഗ്രത സ്വപ്ന സുഷുപ്തി ഉണ്ടല്ലോ. ആ ഉള്ളതൊക്കെ ഇങ്ങനെ വന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ മാറുന്ന ഒരെണ്ണത്തിന് ഉണ്മ സാധ്യമാണോ? അല്ല. എന്നാൽ അത് അനുണ്മ എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുമോ? പറ്റൂല. അപ്പം അതിനെ എന്താ പറയേണ്ടത്? അപ്പോൾ വാസ്തവത്തിൽ സത്തിൽ നടക്കുന്ന ഒരു തരത്തിലുള്ള വിവർത്തമാണിത്. സത്ത് പരിണമിച്ചിട്ടല്ല ഈ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. നമ്മുടെ മനസ്സ് പരിണമിക്കാതെ തന്നെ സ്വപ്നലോകം ആയിത്തീരുന്നത് പോലെ ആ ആയിത്തീർന്ന സ്വപ്നലോകം മുഴുവനും ഒരു ക്ഷണത്തിൽ ടപ്പെന്ന് ഇല്ലാതെയായി ആ മനസ്സ് മുൻപിൽ എങ്ങനെയോ അതേപോലെ രണ്ടാമതും ആവുന്നത് പോലെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സ്ഫുരണവും. വല്ലതും മനസ്സിലായോ? ഇത് സത്തിന് അർഹതയില്ല അതിന്. എന്നാൽ അസത്ത് എന്ന് പറഞ്ഞ് തള്ളിക്കളയാനും പറ്റില്ല. അപ്പം സത്തിൻ്റെ തന്നെ ഒരു നശ്വര രൂപം സൃഷ്ടിക്കാനുള്ള ഒരു ശക്തിവിശേഷം ഈ സത്തിനുണ്ട്. അതുകൊണ്ടാണ് യോഗവാസിഷ്ഠത്തിൽ പറയുന്നത്, വെള്ളത്തിന് ഒഴുക്ക് ശക്തിയാണ്, വായുവിന് ഊതുന്ന ശക്തിയാണ്, അഗ്നിക്ക് ജ്വലിക്കുന്ന ശക്തിയാണ്. അതേപോലെ പരബ്രഹ്മത്തിന് നശ്വര ശക്തിയാണ്. നശ്വരതയെ സദാ രചിക്കുന്ന ഒരു ശക്തിവിശേഷമാണ് ഈ പരബ്രഹ്മം. ആ പരബ്രഹ്മം എന്തിന് രചിക്കണു എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ താൻ ഉണ്ടെന്ന് അറിയിപ്പിക്കാൻ. നിങ്ങൾ ഉണർന്നത് എന്തിനാ? എഴുന്നേറ്റത് എന്തിനാ? ഞാനുണ്ടെന്നറിയാൻ. ഉറങ്ങിത്തന്നെ കിടക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വയം അറിയോ? ബാക്കിയുള്ളവർ നിങ്ങളെ അറിയോ? അറിയില്ല. അപ്പം നമുക്കൊരു പ്രകടന വിശേഷം വേണമെന്നുണ്ടെങ്കിൽ ആ പ്രകടനം മാറ്റങ്ങളിലൂടെ മാത്രമേ പറ്റുള്ളൂ, നാശങ്ങളിലൂടെ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ നശ്വരതയെ സൃഷ്ടിക്കാനുള്ള ഒരു ശക്തി പരബ്രഹ്മത്തിനുണ്ട്. അതാണ് ഈ കാണുന്നത് മുഴുവനും. അല്ലാതെ ഇവിടെ പരിണമിച്ചിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പരിണമിച്ചിട്ടാണോ എഴുന്നേറ്റത്?
ആ എഴുന്നേറ്റത് പോയി ഉറങ്ങിയത് പരിണമിച്ചിട്ടാണോ? ഉറങ്ങിയത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും പരിണാമം വന്നിട്ടുണ്ടോ? എണീറ്റത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും പരിണാമം വന്നിട്ടുണ്ടോ? സ്വപ്നം കണ്ടതുകൊണ്ട് വല്ല പരിണാമം വന്നിട്ടുണ്ടോ? ഇല്ല. എല്ലാ അവസ്ഥകളെയും അതിജീവിച്ച് ഉറങ്ങുന്നതിന് മുമ്പ് എങ്ങനെയിരുന്നോ ഞാൻ, ആ ഞാൻ തന്നെയാണ് ഉറങ്ങിയതിന് ശേഷം, സ്വപ്നം കണ്ടതിന് ശേഷം, കാണുന്നതിന് മുൻപ് ഒക്കെ ഞാൻ പോലെയാണ്. അവിടെ ഞാൻ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ആദിയിലും അതാണ്, അന്തത്തിലും അതാണ്. അപ്പം മധ്യത്തിലും ആ ഞാൻ അതേപടിക്ക് നിലനിൽക്കുന്നു. ആദാവന്തേജ മധ്യേജ സൃജ്യാത് സൃജ്യം യദന്വിയാത് പുനസ്തത് പ്രതിസംഗ്രാമേ യച്ഛിഷ്യേത തദേവ സത്. ഇതാണ് ഈ ശ്ലോകത്തിനർത്ഥം. ആദിയിലും മന്ദത്തിലും മധ്യത്തിലും സൃജ്യാത് സൃജ്യം യദന്വിയാത്, കാര്യത്തിൽ നിന്ന് കാര്യത്തെ ഏതാണോ അനുഗമിക്കുന്നത്. ആദ്യം എന്തായി? പരബ്രഹ്മം. അവിടുന്ന് ഞങ്ങളോ അവ്യക്തം, മഹത്ത്. അതിൽ നിന്നോ ഭ്രംശമുണ്ടായി. എന്നിട്ട് പഞ്ചഭൂതങ്ങൾ, തന്മാത്രകളൊക്കെ ഉണ്ടായി. ഇതൊക്കെ കഴിഞ്ഞു. കുറേ കഴിഞ്ഞ് ഇതൊക്കെ തിരിച്ചു പോയിട്ടോ ആ പഴയപടി തന്നെയാവും. അപ്പം ആദ്യം അത് എന്തായിരുന്നുവോ അവസാനം അത് എന്താകുന്നുവോ അത് തന്നെയാണല്ലോ നടുക്കിലുള്ളതിലും, ഒരു വ്യത്യാസവും ഇല്ലയെന്ന് ഇങ്ങനെ അനുഭവിച്ച് നമുക്ക് ഉറച്ചിരിക്കാൻ പറ്റണം. ഇവിടെ എന്തെങ്കിലും ഒന്ന് വന്നാൽ ഒന്ന് കൂടുന്നില്ല, അവിടെ എന്തെങ്കിലും ഒന്ന് പോയാൽ ഒന്ന് കുറയുന്നില്ല. ഇതാണ് നമ്മുടെ ഉപനിഷത്തുകൾ പാടുന്നത്. പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഇൻഫിനിറ്റി എന്നൊരു സങ്കല്പമുണ്ട്, ആരും കണ്ടിട്ടില്ല എന്നാ പറയാറുണ്ട്. ആ ഇൻഫിനിറ്റിയിൽ നിന്ന് കുറേ ഇൻഫിനിറ്റി ഇങ്ങോട്ട് എടുത്താൽ എത്രയാ ബാക്കി വരിക? ബാക്കി വരണതും ഇൻഫിനിറ്റിയാണ്, എടുത്തതും ഇൻഫിനിറ്റിയാണ്. പൂജ്യത്തിൽ നിന്ന് പൂജ്യം എടുത്താൽ എന്താ ബാക്കി? പൂജ്യം തന്നെ. പൂജ്യത്തിനെ പൂജ്യം കൊണ്ട് പെരുക്കിയാലോ പൂജ്യം തന്നെയാണ്. അതുപോലെയാണ് ഈ ലോകത്തിൽ നടക്കുന്നത്. ഇവിടെ സൃഷ്ടി ഉണ്ടായാൽ ഒരു കൂടുതലില്ല, ഈ സൃഷ്ടി മുഴുവനും ലയിച്ച് ഇല്ലാതെ ആയാൽ ഒരു കുറവും വരാൻ പോകുന്നില്ല. നമ്മുടെ ഭൂമിയിൽ വൃക്ഷങ്ങളുണ്ട്, ചെടികളുണ്ട്, വള്ളികളുണ്ട്. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി വരുത്തും, തന്നെ മുളയ്ക്കുന്നതുമുണ്ട്. ഒരു വൃക്ഷം, വലിയ ഒരു വൃക്ഷം ഭൂമിയുടെ മുകളിൽ അങ്ങോട്ട് മുളച്ചാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഭൂമിയുടെ ഭാരം കൂടുന്നുണ്ട്? കൂടില്ല. ആ വൃക്ഷം പരിണമിച്ച് അവിടെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം, അതിനനുസരിച്ച് പോഷകാഹാരങ്ങൾ, ഇത്രയും സാധനങ്ങൾ പ്രകൃതിയിൽ നിന്ന് വലിച്ചെടുത്ത് ഒരു പ്രകാരഭേദം മാത്രമേ ഈ വൃക്ഷത്തിൽ വരുന്നുള്ളൂ. ആകത്തുകയിൽ കൂടുതലോ കുറവോ വരുന്നില്ല. അതുപോലെയാണ് സത്യം. പരിണാമം എന്നൊന്ന് ഇവിടെ ഒരിക്കലും സംഭവിക്കുന്നില്ല, പരിവർത്തനമേ ഇവിടെ ഉള്ളൂ. ആ നടക്കുന്നത് മുഴുവൻ വിവർത്ത രൂപത്തിലാണ്, പരിണാമ രൂപത്തിലല്ല. ഇതാണ് സത്യം. ഈ സത്യം മനസ്സിലാക്കാൻ സാധിക്കുന്നവനാണ് വിജ്ഞാനം കയ്യിലാക്കുന്നത്. ഇത് ആര് പറയുന്നു? കൃഷ്ണൻ ഉദ്ധവനോട്. നിങ്ങളൊക്കെ ഉദ്ധവന്മാരായിട്ട് ഈ സ്വാമിജി പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ പ്രാർത്ഥിച്ചോളൂ എനിക്ക് ഗ്രഹിക്കാറാവണമെന്ന്. നിങ്ങൾ ഒരിക്കലും ഈ ലോകത്തിൽ പരിഭ്രമിക്കരുത്. ഒരു കൂടലും ഒരു കുറയലും ഈ ലോകത്തിൽ ഉണ്ടാവാൻ പോകുന്നില്ല. നമ്മുടെ കെമിസ്ട്രിയിൽ ഒരു പറച്ചിലുണ്ട്, when a candle is burned nothing is lost, matter is indestructible. ദ്രവ്യം എന്ന് പറയുന്നത് ഒരിക്കലും നശിക്കാത്തതാണ്. എനർജിയോ ദ ലോ ഓഫ് കോൺസർവേഷൻ ഓഫ് എനർജി എന്താ പറയണത്? ഒരു എനർജി അങ്ങോട്ട് ഇല്ലാതെ ആയാൽ, ഉപയോഗപ്പെട്ടാൽ വേറെ ഒന്ന് തത്തുല്യമായിട്ട് അവിടെ ഉണ്ടാവും. അപ്പം ഇവിടെ ആകത്തുകയിൽ ഒരു മാറ്റവും ഇല്ല. ആദ്യം എന്തായിരുന്നോ ഇത്? ഈശ്വരൻ. ആ ഈശ്വരൻ തന്നെയാണ് അവസാനം. ആദ്യവും ഈശ്വരൻ, അവസാനവും ഈശ്വരനെങ്കിൽ മധ്യത്തിലും ഈശ്വരനല്ലേ എന്നാ ചോദിക്കുന്നത്. ആദാവന്തേജ മധ്യേജ സൃജ്യാത് സൃജ്യം യദന്വിയാത് പുനസ്തത് പ്രതിസംഗ്രാമേ യച്ഛിഷ്യേത തദേവ സത്. അപ്പോൾ ഇവിടെ സത്ത് മാത്രമേ ഉള്ളൂ. അവിനാശിതു തദ്വിദ്ധി യേന സർവമിദം തതം വിനാശമവ്യയസ്യാസ്യ ന കശ്ചിത് കർത്തുമർഹതി. ഇത് ഭഗവത്ഗീതയിൽ പറയുകയാണ്, നാസതോ വിദ്യതേ ഭാവോ എന്നതിന് ശേഷം. അർജുന വളരെ നല്ല പോലെ മനസ്സിലാക്കിക്കോളൂ. യേന സർവമിദം തതം,
എന്തിനാലാണോ ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും വ്യാപിക്കപ്പെട്ടിരിക്കുന്നത്? ഈ പ്രപഞ്ചത്തിൽപ്പെട്ടവരാണല്ലോ ഭീഷ്മരും ദ്രോണരും കൃപരും നിന്റെ സ്വജനങ്ങളുമെല്ലാം. അവരിൽ എല്ലാറ്റിലും വ്യാപിച്ചു കിടക്കുന്നത് ഒരു പരമ്പൊരുളാണ്. വിനാശം അവ്യയസ്യാസ്യ. ആ ജീവനെ, ആ ആത്മാവിനെ, ആ ഉണർവിനെ, ആ ബോധതലത്തിനെ ഒരിക്കലും നശിപ്പിക്കാൻ ഒരാൾക്കും സാധിക്കില്ല. ഈശ്വരന് പോലും സാധ്യമല്ല. ന കശ്ചിത് കർത്തുമർഹതി അന്തവന്തയിമേ ദേഹാ. ഇത് കാണുന്ന ഈ ഇന്ദ്രിയങ്ങൾക്ക് കാണുന്ന ഈ ദേഹം മാത്രമേ ഉള്ളൂ, അത് നശിക്കുന്നതാണ്. ആ നശ്വരമായ ദേഹങ്ങൾ തമ്മിലാണ് ഇവിടെ യുദ്ധം. ആത്മാ തമ്മിൽ ഇവിടെ യുദ്ധം നടക്കുന്നില്ല. നിങ്ങൾ കേട്ടോ ഞാൻ പറയുന്നത്? ആത്മാ ഒന്നേ ഉള്ളൂ. അത് ആരോടാ യുദ്ധം ചെയ്യുക? ഇവിടെ ദേഹങ്ങൾ തമ്മിലാണ് യുദ്ധം. ഈ ദേഹം യുദ്ധം ചെയ്ത് പരസ്പരം ഹനിക്കുന്നുണ്ടല്ലോ. അത് യുദ്ധം ചെയ്തില്ലെങ്കിലും ഈ ശരീരങ്ങളൊക്കെ വീഴാൻ പോവുകയാണ്. ഇന്നല്ലെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞിട്ട് എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അവിടെ നശ്വരമായതേ നശിക്കുന്നുള്ളൂ. അവിനാശി അങ്ങനെ തന്നെ തുടരണു എന്ന് പറഞ്ഞിട്ടാണ് അർജുനനെ സമാധാനിപ്പിച്ചത്. അപ്പം ഇത് എന്തിനാ ഞാനും ഇത്രയധികം പറയുന്നത്? എൻ്റെ പ്രേക്ഷകർക്ക് സമാധാനം ഒരിക്കലും പോകരുത്. ഈ ലോകത്തിൽ അനാശാസ്യമായി പലതും നടക്കും, അപ്രതീക്ഷിതമായി പലതും നടക്കും, അസമ്മതമായി വിസമ്മതമായി പലതും നടക്കും. ഇങ്ങനെ എന്ത് നടന്നാലും നിങ്ങൾക്കൊരു കുലുക്കമുണ്ടാകരുത്. ഈ ചിന്താഗതി സ്വീകരിച്ചോളൂ. കുലുങ്ങുന്നത് മനസ്സാണ്. നിങ്ങൾ ദേഹമൊന്നും കുലുങ്ങാൻ പോകുന്നില്ല, മനസ്സാണ്. ഒരു അകാല മൃത്യു നടന്നാൽ ആ മൃത്യു ശരീരത്തിൽ കൊണ്ടുപോയി ദഹിപ്പിക്കും. പക്ഷേ ദുഃഖം മനസ്സിലാണ്. ആ മനസ്സിലുള്ള ദുഃഖത്തിനെ നീക്കാൻ ഈ ജ്ഞാനവിജ്ഞാനത്തിന് മാത്രമേ സാധിക്കൂ. മനോമണ്ഡലത്തിൽ സ്വാധീനം ചെലുത്താനുള്ളതാണ് ബുദ്ധി. ആ ബുദ്ധിയുടെ സമ്പത്താണ് ജ്ഞാനം, വിജ്ഞാനം. ഈ വിജ്ഞാനം ഉൾക്കൊണ്ട് മനസ്സിലതൊന്ന് പതിപ്പിച്ചു നോക്കൂ. ദുഃഖം പമ്പ കിടക്കും, അവിടെ ഉണ്ടാവില്ല. പിന്നെ ശ്രുതി പ്രത്യക്ഷമൈതിഹ്യം അനുമാനം ചതുഷ്ടയം പ്രമാണേഷു അനവസ്ഥാനാത് വികൽപാത് സവിരജ്യതേ. ശ്രുതി പ്രത്യക്ഷം ഐതിഹ്യം. ഇതൊക്കെ വരുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ മുക്തിസുധാകരം എന്ന് പറയുന്ന അവതരണം കുറച്ച് ഗഹനമായി പോകുന്നുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതൊരു വരണ്ടതാന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് അറിയണത്. ആരെങ്കിലും ചിലരൊക്കെ പറയും, എഴുതും. ഇത് ശുഷ്കമായി തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? എപ്പോൾ തോന്നുന്നുണ്ടോ അപ്പം മനസ്സിലാക്കിക്കോളൂ, കൃഷ്ണ പരമാത്മാവ് കണ്ണിലുണ്ണിയായ ഉദ്ധവനോടാണിത് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. എന്തിനു വേണ്ടി? ഉദ്ധവൻ്റെ മനസ്സിലുള്ള ആശാപാശങ്ങൾ നീങ്ങി ദ്വാരക മുഴുവനും സമുദ്രത്തിൽ പോകുകയാണ്. 7-ാം ദിവസം പോവും. അതിനു മുമ്പ് ഉദ്ധവന് ദ്വാരക വിട്ടു പോകണം. അത് സാധിപ്പിക്കാൻ വേണ്ടി നൽകുന്ന ഒരു ഉപദേശമാണ്. അതെങ്ങനെയാണ് നിങ്ങൾക്ക് ശുഷ്കമാവുക? നിങ്ങളുടെ മനസ്സിനുള്ള ഉപദേശമാണിത്, ബുദ്ധിക്കുള്ള ഉപദേശമാണ്. ശാന്തിയും സമാധാനവും സൗഭാഗ്യവും സാഫല്യവും ആനന്ദമഗ്നതയും അനുഭവിക്കാനുള്ളതാണ്. അങ്ങനെ വിചാരിച്ച് കേൾക്കൂ. ശ്രുതി പ്രത്യക്ഷം ഐതിഹ്യം അനുമാനം ചതുഷ്ടയം. ശ്രുതി എന്ന് പറഞ്ഞാൽ നമ്മുടെ വേദങ്ങൾ അടക്കമുള്ള ശാസ്ത്രങ്ങളിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്, വെളിപ്പെടുത്തിയിട്ടുള്ളത്. പ്രത്യക്ഷം നേരിട്ട് കാണുന്നത്. ഈ ലോകം മുഴുവനും നശിക്കുന്നതും പരിവർത്തനത്തിന് വിധേയമാണെന്ന് നമ്മൾ കാണുന്നു. അങ്ങനെ പരിവർത്തനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനം സ്വയം നിലനിൽക്കാൻ പറ്റില്ല. ആ പരിവർത്തനത്തിന് താങ്ങും തണലുമായി നിൽക്കുന്ന ഒരു അധിഷ്ഠാനം ഉണ്ടായേ പറ്റുള്ളൂ. ആ അധിഷ്ഠാനം സർവ്വവ്യാപകമാവണം. സർവ്വവ്യാപകമാണെങ്കിൽ അതിന് പുറമേ വേറെ ഒരു വസ്തു ഉണ്ടാവില്ല. അപ്പോൾ ഈ വസ്തുക്കളൊക്കെ ഒരു പ്രതീതി മാത്രമാണ്. വിദ്ധി മായാമനോമയം എന്ന് കൃഷ്ണൻ ആദ്യമേ പറഞ്ഞു വെച്ചു. അതാണിത്. ഐതിഹ്യം പലരും പറഞ്ഞു കേൾക്കുന്നവരാണ്. ഇത് ഒരു കൃഷ്ണനോ ഒരു ഭൂമാനന്ദ സ്വാമിജിയോ മാത്രം പറയുന്നതോ പ്രതിപാദിക്കുന്നതോ അല്ല. നമ്മുടെ ശാസ്ത്രങ്ങളിൽ മുഴുവനും കാണും. വേദങ്ങൾ എടുത്തോളൂ, ബ്രഹ്മസൂത്രങ്ങൾ എടുത്തോളൂ, ഭഗവത്ഗീത എടുത്തോളൂ, പ്രകരണ ഗ്രന്ഥങ്ങൾ എടുത്തോളൂ, 18 പുരാണവും 18 ഉപപുരാണവും എടുത്തോളൂ. ഇതല്ലാതെ എന്തെങ്കിലും ശാസ്ത്രങ്ങളുണ്ടോ? അതൊക്കെ ഓരോരുത്തർ ഓരോ സമയത്ത് എഴുതിയതാ. എല്ലാറ്റിലും പറയുന്നത് ഇത് തന്നെയാണ്. അപ്പം ഐതിഹ്യം, അനുമാനം യുക്തിസഹമായി ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഞാൻ എല്ലാവരോടും പറയും, എന്ത്? നിങ്ങൾക്കൊരു മനസ്സുണ്ട്. എത്ര മനസ്സുണ്ട്? ഒരു മനസ്സ്. അതിൽ നിന്ന് പുറപ്പെടുന്ന ചിന്തകൾ ഒന്നാണോ? അല്ല, അനവധി. ഈ അനവധി ചിന്തകൾ ഓരോന്നും പുറപ്പെട്ടത് എവിടെയാ? ആവോ
പുറപ്പെട്ടുവോ? ഉവ്വ്. എന്നാൽ കാണണ്ടേ? വേണം. ഉണ്ടോ? ഇല്ല. അപ്പോൾ ഉണ്ടില്ല എന്ന് പറയാനുള്ള ചിന്ത വാസ്തവത്തിലുള്ളതാണ്. എവിടെയാത്? ഒരെണ്ണം എടുത്ത് എനിക്ക് കാണിച്ചു തരൂ. നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റാതെ ഇരിക്കുന്നിടത്തോളം കാലം ഈ ചിന്ത ഉണ്ടായി എന്ന് നിങ്ങൾ എങ്ങനെ പറയും? അപ്പം ചിന്ത ഉണ്ടാകുന്നില്ല. നമ്മുടെ മനസ്സ് തോന്നിക്കുകയാണ് ചിന്തകൾ ഉണ്ടെന്ന്. തോന്നിക്കുന്നതൊന്ന്, ഉണ്ടാവുന്നത് വേറെ ഒന്നാ. തോന്നൽ പലതും ആവാം, ഉള്ളത് അതുപോലെ ആവില്ല. അപ്പോൾ ഒരു മനസ്സത്ത മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് പുറപ്പെടുന്ന തീപ്പരി പോലെയുള്ള ചിന്തകളൊന്നും അതാത് കാലത്ത് അനുഭവപ്പെടുത്തുന്നു എന്നല്ലാതെ ഒറ്റെണ്ണത്തിന് സ്ഥായിയായിട്ടുള്ള സ്ഥാനമില്ല. അതുപോലെ തന്നെയാണ് ഈ ജാഗ്രത സ്വപ്ന അവസ്ഥകളും അതിലുള്ള പ്രപഞ്ചവും. ശ്രുതി പ്രത്യക്ഷമൈതിഹ്യം അനുമാനം ചതുഷ്ടയം. ഇങ്ങനെ അനുമാനം യുക്തിസഹമായി ആലോചിച്ച് പേർത്തെടുക്കുക. അതാണല്ലോ കൃഷ്ണൻ ചെയ്യുന്നത്. ഞാനും നിങ്ങളുടെ മുൻപിൽ ചെയ്യുന്നത് അതാണ്. പ്രമാണേഷു അനവസ്ഥാനാത്. ഇങ്ങനെ 4 പ്രമാണങ്ങൾ. ഏതൊക്കെയാ? ശ്രുതി, പ്രത്യക്ഷം, ഐതിഹ്യം, അനുമാനം. അനവസ്ഥാനാത്. ഈ 4 പ്രമാണവും വെച്ച് നോക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിന് ഉണ്ടാവാൻ ഒരു കാരണവുമില്ല. ഇവിടെ സാധനങ്ങളെ സ്ഥൂലം എന്ന് പറയണം. ഇത് സ്ഥൂലമായിട്ടുള്ള ഒരു വസ്തുവാണ്. അപ്പോൾ ഏത് സ്ഥൂല വസ്തു ഉണ്ടോ അതിനൊരു ഭാരമുണ്ട്, ഇല്ലേ? ഇപ്പം ഇതിനിപ്പോൾ എത്ര ഭാരം ഉണ്ടാവും? ഒരു 150 ഗ്രാം ഉണ്ടാവും. കയ്യിലെടുത്തിട്ട് നമ്മൾ പറയുകയാണ് 150 ഗ്രാം. 6 കിലോ ഭാരമുള്ള ഒരു സാധനം ഭൂമിയിൽ തൂക്കിയപ്പോൾ 6 കിലോ ഉണ്ട്. നമുക്കൊന്ന് ചന്ദ്രനിലേക്ക് പോവാം. അപ്പം ഈ 1 കിലോ ആയി അത്. അതെന്താ? അത് സ്ഥൂലതയ്ക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല, ആകൃതിക്ക്. പക്ഷേ ഭൂമണ്ഡലത്തിൽ അത് 6 കിലോവും ചന്ദ്രമണ്ഡലത്തിൽ 1 കിലോവുമായി. എന്താ കാരണം? ആകർഷണ ശക്തിയിലുള്ള വ്യത്യാസം. കുറേ കൂടിയും മേപ്പെട്ടു പോയി സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഭൂമിയുടെയും ചന്ദ്രൻ്റെയും ആകർഷണ വലയത്തിന് മേപ്പുറത്ത് പോയാലോ അതിന് ഭാരം 0. അപ്പം നിങ്ങൾ വസ്തുക്കളുടെ ഭാരം എങ്ങനെയാണ് വാസ്തവാണെന്ന് പറയുക? എവിടെയാണ് അത് വാസ്തവം? ഭൂമിയിൽ 6, ചന്ദ്രനിൽ 1, കുറച്ചുകൂടി മുകളിലേക്ക് പോയാലോ 0. അപ്പം അതിന് ഭാരമുള്ളതോ ഇല്ലാത്തതോ? ഇതൊരൊറ്റ തെളിവ് മാത്രം പോരെ വസ്തുക്കളുടെ അവാസ്തവികത വെളിപ്പെടുത്താൻ? നല്ലോണം ആലോചിച്ച് നോക്കൂ. പ്രമാണേഷു അനവസ്ഥാനാത് വികൽപാത്സ വിരജ്യതേ. എങ്ങനെ മനസ്സിലാക്കി എല്ലാറ്റിൽ നിന്നും നമ്മൾ വിരമിക്കണം? ഈ 4 പ്രമാണം ഉപയോഗിച്ചോളൂ. ശ്രുതി, പ്രത്യക്ഷം, ഐതിഹ്യം, അനുമാനം. ഈ 4 പ്രമാണത്തിലും ഇവിടെ വാസ്തവത്തിലില്ല. എന്തിനാ കൃഷ്ണൻ ഇതൊക്കെ പറയണത്? ഉദ്ധവൻ ആവശ്യപ്പെട്ടിട്ടേ. ഉദ്ധവൻ ആവശ്യപ്പെട്ടു, ജ്ഞാനം, വിജ്ഞാനം, വൈരാഗ്യം എനിക്ക് പറഞ്ഞു തരണം എന്ന്. കർമ്മണാം പരിണാമിത്വാത് ആവിരിഞ്ചാദമംഗളം വിപശ്ചിന്നശ്വരം പശ്യേത് അദൃഷ്ടമപി ദൃഷ്ടവത്. എന്താ ഞാൻ പറയുക? നിങ്ങളിതൊക്കെ കേൾക്കുന്നുണ്ടോ? കർമ്മണാം പരിണാമിത്വാത്. ഈ ലോകത്തിൽ എന്ത് കർമ്മങ്ങൾ നിങ്ങൾ വേണമെങ്കിൽ ചെയ്തോളൂ. ആ കർമ്മങ്ങൾക്കൊക്കെ നശ്വരതയാണ്. നമ്മുടെ ശരീരം നശ്വരമാണ്. ഭൂമി അടക്കം ലോകം നശ്വരമാണ്. അപ്പം നശ്വര ശരീരം കൊണ്ട് നശ്വര ലോകത്തിൽ നശ്വര സാമഗ്രികൾ ഉപയോഗിച്ച് ചെയ്യുന്ന എന്ത് പുണ്യകർമ്മങ്ങളും യാഗയജ്ഞങ്ങളടക്കം എല്ലാം തന്നെ പരിണാമത്തിന് വിധേയമാണ്. അങ്ങനെ വരുമ്പോഴോ വിരിഞ്ചാത് അമംഗളം. എന്താ അതിനർത്ഥം? പ്രജാപതി ലോകമാണ് ഏറ്റവും വലിയ ലോകം. ആ ബ്രഹ്മാവാണ് ഇപ്പോഴത്തെ. ഈ ബ്രഹ്മാവ് നമ്പർ കൂടുതലാണ്. ഇപ്പോഴത്തെ ബ്രഹ്മാവ് ഒരു ബ്രഹ്മാവ്, കുറച്ച് കഴിഞ്ഞാൽ വേറൊരു ബ്രഹ്മാവ്. എല്ലാവരും പരിവർത്തനത്തിന് വിധേയമാണ്. അതുകൊണ്ടോ ബ്രഹ്മാവ് വരെ ബ്രഹ്മലോകമടക്കമുള്ളതെല്ലാം അമംഗളകരമാണെന്ന്. ബ്രഹ്മാവടക്കമുള്ളത് എല്ലാം അമംഗളമാണ്. വിപശ്ചിത് നശ്വരം പശ്യേത്. ബുദ്ധിക്ക് വിവേകമുള്ളവൻ ഇതിനെ എങ്ങനെ കാണണം? നശ്വരം പശ്യേത്. ഭൂവാസം എങ്ങനെയോ അതുപോലെ തന്നെ സ്വർഗവാസം, അതുപോലെ തന്നെ പ്രജാപതിയുടെ ലോകത്തിലുള്ള അധിവാസം. ഇവിടെ നശിക്കാത്തതോ മാറാത്തതോ വീണുപോകാത്തതോ ആയി ഒന്നുമില്ല എന്ന് മനസ്സിലാക്കി അദൃഷ്ടമപി ദൃഷ്ടവത്. നമ്മുടെ മുൻപിൽ കാണുന്ന ഈ ലോകം നശ്വരമല്ലേ? അതുപോലെ തന്നെ കാണപ്പെടാതെ
കേൾപ്പിക്കപ്പെട്ടിരിക്കുന്ന സ്വർഗാദി ലോകങ്ങളും നശ്വരമാണെന്ന് മനസ്സിലാക്കിക്കോളൂ. ആ ബ്രഹ്മഭുവനാല്ലോകാഃ പുനരാവർത്തിനോർജുന മാമുപേത്യതു കൗന്ദേയ പുനർജന്മ ന വിദ്യതേ. ഇതേ കൃഷ്ണൻ അർജുനോട് പടക്കളത്തിൽ പറയുന്നതാണ്. ആ ബ്രഹ്മഭുവനാല്ലോകാഃ പുനരാവർത്തിനോർജുന. അർജുന, നമ്മുടെ വേദങ്ങൾ പലതും പറയുന്നുണ്ട്, പല പുണ്യകർമ്മങ്ങളും യാഗങ്ങളും പറയുന്നുണ്ട്. സ്വർഗലോകത്തിനും അതിലും മീതെയുള്ള ലോകം കിട്ടാൻ കിട്ടോ കിട്ടില്ലേ എന്നുള്ളത് ഇരിക്കട്ടെ, ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ. പുനരാവർത്തിനോർജുന, ഈ ലോകത്തിൽ നാം ചില കർമ്മങ്ങൾ ചെയ്ത് ആ കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ലോകം കിട്ടുന്നത്. ഈ കർമ്മം നശ്വരമായിരിക്കെ ഇതിൻ്റെ ഫലമായി കിട്ടുന്ന ലോകവും അതേപോലെ നശ്വരമാണ്. പുനരാവർത്തിനോർജുന, അത് വിട്ട് നമുക്ക് മടങ്ങി വരേണ്ടി വരും. മാം ഉപേത്യതു കൗന്ദേയ, നേരെ മറിച്ച് എന്നെ പ്രാപിച്ചാലോ? ഞാൻ ആരാ? അന്തരാത്മ. ഞാൻ എന്ന് പറയുന്ന വാക്കിന് ആധാരമോ അധിഷ്ഠാനമോ ആയിരിക്കുന്ന ഘടകം. എത്രയോ ജാഗ്രത സ്വപ്ന സുഷുപ്തികളുണ്ടായി, എത്രയോ ചിന്തകളും വികാരങ്ങളും വന്നുപോയി, ലാഭനഷ്ടങ്ങൾ ഉണ്ടായി. ഇതൊക്കെ ഉണ്ടായാലും ഭൗതിക മണ്ഡലത്തിൽ മാറ്റം വരുന്നതൊഴികെ ഞാൻ എന്ന് പറയുന്ന ഉൾമണ്ഡലത്തിൽ വല്ല മാറ്റവും വന്നിട്ടുണ്ടോ? ഇല്ല. അതാണ് വാസ്തവത്തിൽ ആത്മാ, അതാണ് ഈശ്വരൻ. മാം ഉപേത്യതു കൗന്ദേയ പുനർജന്മ ന വിദ്യതേ. എന്നെ പ്രാപിച്ചതിന് ശേഷം ഒരിക്കലും പുനർജന്മം ഉണ്ടാവില്ല. മുക്തിസ്കന്ധത്തിലെ 19-ാം അധ്യായത്തിലാണല്ലോ നമ്മൾ. ഉദ്ധവൻ ആവശ്യപ്പെട്ടത് എന്താ? ജ്ഞാനം വിശുദ്ധം വിപുലം യഥയിതത് വൈരാഗ്യ വിജ്ഞാനയുതം പുരാണം ആഖ്യാഹി വിശ്വേശ്വര വിശ്വമൂർത്തേ ത്വദ്ഭക്തിയോഗം ച മഹദ്വിമൃഗ്യം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനിടെ നല്ല പോലെ അറിഞ്ഞിരിക്കണം. എന്ത്? ശ്രീമദ് ഭാഗവതം പ്രതിപാദിക്കുന്ന 3 വിഭവങ്ങൾ ഭക്തി, ജ്ഞാനം, വൈരാഗ്യം എന്ന് പറയുന്നതാണ്. അതിൽ ഉദ്ധവൻ ആവശ്യപ്പെടുകയാണ്, വിശുദ്ധവും വിപുലവുമായിരിക്കുന്ന ജ്ഞാനം പറഞ്ഞു തരണം. എങ്ങനെ? വൈരാഗ്യവിജ്ഞാനയുതം. അത് പറയുന്ന സമയത്ത് ഈ ജ്ഞാനം ഉണ്ടാവാൻ പറ്റിയ തരത്തിലുള്ള വൈരാഗ്യം, പ്രത്യേകിച്ചും വിജ്ഞാനം എന്ന് പറയുന്ന അനുഭവ സാക്ഷാത്കാരം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ ജ്ഞാനവും വൈരാഗ്യത്തോടു കൂടിയ വിജ്ഞാനവും പോരാത്തതിന് ത്വദ്ഭക്തിയോഗം, ഭക്തിയും പറയണം എന്നാണ് പറഞ്ഞത്. എത്ര കേട്ടാലും പോരല്ലോ, കേട്ടുകൊണ്ട് തന്നെ ഇരിക്കണം, അപ്പോഴേ ഇത് മനസ്സിൽ ഉറയ്ക്കുള്ളൂ. അതിന് മറുപടിയായിട്ട് ജ്ഞാനവും വിജ്ഞാനവും ഒക്കെ പറഞ്ഞതിന് ശേഷം ഇനി ഭക്തി പറഞ്ഞ് മനസ്സിലാക്കി തരാം എന്ന് പറയുന്നു. ഭക്തിയോഗഃ പുരൈവോക്തഃ പ്രീയമാണായ തേ നഘ പുനശ്ച കഥയിഷ്യാമി മദ്ഭക്തഃ കാരണം പരം. ഉദ്ധവ, ഒരു കാര്യമുണ്ട് കേട്ടോ. ഞാൻ ഭക്തിയെപ്പറ്റി മുൻപേ പറഞ്ഞു കഴിഞ്ഞതാ, നല്ല പോലെ വിവരിച്ചിട്ടുണ്ട്. എവിടെയാ? 14-ാം അധ്യായത്തിൽ. ആ 14-ാം അധ്യായത്തിൽ ഭക്തിയുടെ പരമകാഷ്ഠ വരെ പറഞ്ഞു നിർത്തി. എന്തൊക്കെയാ പറഞ്ഞു നിർത്തിയത്? ന പാരമേഷ്ട്യം ന മഹേന്ദ്രധിഷ്ണ്യം ന സാർവഭൗമം ന രസാധിപത്യം ന യോഗസിദ്ധീ അപുനർഭവം വാ മയി അർപ്പിതാത്മേച്ഛതി മദ്വിനാന്യത്. ജഗദീശ്വരനോട്, പരമകല്യാണനിധിയായിരിക്കുന്ന ശ്രീഹരിയോട് ഭക്തി തോന്നുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മനസ്സ് എല്ലാ വിധത്തിലും സൗഭാഗ്യപൂർണമാവുക എന്നാണ് അർത്ഥം. ആ മനസ്സിൻ്റെ നിറവും മികവും ആ പൂർണ്ണതയും എത്രയുണ്ടെന്ന് അറിയാമോ? അതിലൊരു സ്വല്പം പോലും ഒരഭിലാഷം ഐഹിക വസ്തുക്കളോടോ ഐഹിക ലാഭങ്ങളോടോ പാരത്രികമായിരിക്കുന്ന നേട്ടങ്ങളോടോ ഒന്നിനോടും തന്നെ ഉണ്ടാവില്ല. ഈ ശ്ലോകം വളരെ വിശേഷപ്പെട്ടതാണ്. ന പാരമേഷ്ട്യം ന മഹേന്ദ്രധിഷ്ണ്യം. ഓരോന്നിനെയും കുറിച്ച് പറയുക. ബ്രഹ്മാവിൻ്റെ പദവി, മഹേന്ദ്രൻ്റെ സ്ഥാനം, ന സാർവഭൗമം, ഇഹലോകത്തിൽ ചക്രവർത്തിയായിട്ടിരിക്കുക, ന രസാധിപത്യം, പാതാളലോകത്തിലുള്ള ആധിപത്യം, ന യോഗസിദ്ധി, അഷ്ടസിദ്ധികൾ എന്ന് പറയുന്ന യോഗസിദ്ധികൾ, മാത്രമല്ല അപുനർഭവം വാ, രണ്ടാമത് മാതൃഗർഭത്തിൽ ജന്മം കൊള്ളണം എന്നുള്ള നിലയില്ല, മോക്ഷം വന്നു കഴിഞ്ഞു എന്നുള്ള നില. ഇതൊന്നും അപുനർഭവം വാ മൈ അർപ്പിതാത്മേച്ഛതി മദ്വിനാന്യത്. എന്നിൽ മനസ്സ് പൂർണ്ണമായി അർപ്പിക്കപ്പെട്ട ഒരാളുണ്ടെങ്കിൽ ആ ആളുടെ മനസ്സിൽ ഇതൊന്നും ആവശ്യമോ അഭിലാഷമോ ആയി തോന്നില്ല.
എന്താ കാരണം? ഞാൻ മതി ആ ആളുടെ മനസ്സിനെ നിറയ്ക്കാൻ. അപ്പം ഭക്തന്റെ മനസ്സ് നിറയാൻ ഭഗവാൻ മാത്രം മതി, അത് വിട്ട് ഒന്നും വേണ്ടാന്ന്. അത് മാത്രമല്ല, ന തഥാമേ പ്രിയതമ ആത്മയോനിർന ശങ്കര. ഉദ്ധവ, നല്ല പോലെ മനസ്സിലാക്കണം. എന്ത്? എൻ്റെ ഭക്തനെ എനിക്ക് എത്ര ഇഷ്ടമുണ്ടോ അത്ര ഇഷ്ടം ശങ്കരൻ പരമശിവനോടുമില്ല, ബ്രഹ്മാവിനോടുമില്ല, മഹാലക്ഷ്മിയോടുമില്ല, ആരോടുമില്ല. എൻ്റെ ഭക്തനാണ് എൻ്റെ സർവത്ര കണ്ണിലുണ്ണി എന്ന് പറഞ്ഞ് ഭക്തിയോഗത്തിൻ്റെ ആ പരിസമാപ്തി മുഴുവനും അവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞതാണ്. അങ്ങനെയാണെങ്കിലും ഉദ്ധവൻ ചോദിക്കുന്നതിൻ്റെ പേരിൽ പുനശ്ച കഥയിഷ്യാമി മദ്ഭക്തേ കാരണം പരം. ഒരിക്കൽ കൂടി ഞാൻ വിവരിക്കാം എൻ്റെ ഭക്തി എങ്ങനെയാണ് പൂർണ്ണമായി ഉണ്ടാവുക. ഭക്തി മനസ്സിൽ ആദ്യമായിട്ട് നുഴഞ്ഞു കയറണം, അല്ലെങ്കിൽ നമ്മൾ ആനയിക്കണം. എന്നിട്ടോ അതിനെ പോഷിപ്പിച്ച് പോഷിപ്പിച്ച് വളർത്തി വളർത്തി കൊണ്ടുവന്ന് ആ ഭക്തി മാത്രമാവണം നമ്മുടെ മനസ്സിൽ. അതിൽ നിന്ന് തന്നെയാണ് മുക്തി ഉണ്ടാവുക, അതിൽ നിന്ന് തന്നെയാണ് വൈരാഗ്യം ഉണ്ടാവുക, അതിൽ നിന്ന് തന്നെയാണ് വിജ്ഞാനവും ഉണ്ടാവുക. ജ്ഞാനവും വൈരാഗ്യവും ഇല്ലാതെ ഭക്തി ഇല്ല. അത് കറവയില്ലാത്ത പശുക്കളെ പോലെയാണ്. ഈ ആടിൻ്റെ കഴുത്തുനിന്ന് തൂങ്ങിക്കിടക്കുന്ന മുലയുണ്ടല്ലോ, ആ തൂങ്ങൽ പോലെയാണ്, അതിൽ നിന്ന് പാല് വരില്ല. അതുപോലെയാണ് ജ്ഞാനവും വൈരാഗ്യവും ഇല്ലാത്ത ഭക്തി ഭക്തിയല്ല. ഭക്തിയില്ലാത്ത ജ്ഞാനമോ വൈരാഗ്യമോ അതുമല്ല. അപ്പം ഇതെല്ലാം ഒരുമിച്ച് പോകുന്നതാണ്. അന്യത്ര ചൈഷതൃക ഏകകാലഃ. നവയോഗി സംവാദത്തിൽ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എങ്ങനെയാണോ വിശപ്പടങ്ങുക, ഭക്ഷണത്തിൻ്റെ രുചി, സന്തോഷമുണ്ടാവുക, ശരീരത്തിന് പോഷണവും സംഭവിക്കുക, അതുപോലെ ഇത് മൂന്നും ഒരുമിച്ചുണ്ടാകേണ്ടതാണ് ഏകകാലഃ. അപ്പം ഞാൻ പുനശ്ച കഥയിഷ്യാമി മദ്ഭക്തേ കാരണം പരം. ഒന്നും കൂടി ഞാൻ വ്യക്തമായി പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ശ്രീകൃഷ്ണൻ വേറെ ഒരു ഭാഗം പറയാൻ പുറപ്പെടുക. ശ്രദ്ധാമൃത കഥായാം മേ ശശ്വൻ മദനുകീർത്തനം പരിനിഷ്ഠാച പൂജായാം സ്തുതിഭിഃ സ്തവനം മമ. ശ്രദ്ധാമൃത കഥായാം മേ ശശ്വത് മദനുകീർത്തനം. ഈ ശ്രീമദ് ഭാഗവതം, പ്രത്യേകിച്ചും ഏകാദശ സ്കന്ധം, അതിൻ്റെ വിശേഷം എന്താ? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മുൻപും ഇപ്പോഴും പറയാം. ഇത് ഒരിക്കൽ കേട്ടതുകൊണ്ട് കേട്ടു ചരിത്രം വായിക്കണമാതിരിയല്ല. ഇത് കേൾക്കുന്നത് മനനം ചെയ്യാൻ വേണ്ടിയാണ്. എന്താ ഈ മനനം? കേട്ടത് തന്നെയാണ് ആവർത്തിച്ച് ആവർത്തിച്ച് ഓർമ്മ വെച്ച് സ്വയം അനുസ്മരിപ്പിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴേ അത് നമ്മുടെ ഉള്ളിൽ അലിഞ്ഞു ചേർന്ന് ഒരു സംസ്കാരവും ഒരു സമ്പത്തും ഒരു സ്ഥിര പരിഷ്കാരവും സമ്പന്നതയുമായിട്ട് മാറും. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ശ്രദ്ധ അമൃതകഥായാം മേ ശശ്വത് മദനുകീർത്തനം. ഈ ഭാഗവതത്തിൻ്റെ വിശേഷം എന്താ? പ്രത്യേകിച്ചും ഏകാദശ സ്കന്ധത്തിൻ്റെ എന്ന് പറഞ്ഞാൽ, ഭഗവത്ഗീത കൃഷ്ണൻ യുവാവായിരിക്കുന്ന സമയത്ത് മറ്റൊരു യുവാവിന് തിരക്ക് പിടിച്ച് ഉപദേശിച്ചതാ, യുദ്ധക്കളത്തിൽ വെച്ച്. അതിൻ്റെ ഉദ്ദേശം പടചെയ്യിപ്പിക്കലായിരുന്നു. ഇവിടുത്തെ ഉദ്ദേശം അതല്ല. രണ്ടുപേർക്കും വയസ്സ് നല്ലോണമായി. ആരായി രണ്ടുപേര്? ഒന്ന് കൃഷ്ണൻ, 125 വയസ്സ് കഴിഞ്ഞു. ആനുപാതികമായി ഉദ്ധവനും വയസ്സായി. രണ്ടുപേരും ലോകം വിട്ട് വിരമിക്കാൻ തയ്യാറായിട്ടിരിക്കുക. ആ സമയത്താണ് ഈ സംവാദം നടന്നത്. ആ വ്യത്യാസമുണ്ട്. ഇവിടെ എന്താ ഉദ്ദേശം? അവിടെ അർജുനന്റെ മനസ്സിലുള്ള വിഷമവും ശല്യവും ഒക്കെ മാറ്റി അർജുനനെ യുദ്ധം ചെയ്യാൻ ഉത്സുകനാക്കി തീർക്കണം. അതിനുള്ള വീരനും ധീരനും നിശ്ചിതാത്മാവുമാക്കി തീർക്കണം എന്നാണ് അവിടുത്തെ ഉദ്ദേശം. ഇവിടെയോ മനസ്സിൻ്റെ ഉള്ളിൽ നുഴഞ്ഞു കയറി അവിടെയുള്ള മാലിന്യങ്ങളെ മുഴുവനും അടിച്ചു വെടുപ്പാക്കി കളഞ്ഞ് മനസ്സിനെ പവിത്രമാക്കി ബുദ്ധിക്ക് വേണ്ടത്ര പ്രകാശം നൽകി ആ ആത്മപ്രകാശം ഇങ്ങനെ തെളിഞ്ഞ് നിറഞ്ഞ് വഴിഞ്ഞ് അങ്ങനെ ഒഴുകണം. അതാണ് ഇവിടുത്തെ ആവശ്യം. ഇത് രണ്ടും ഒരുപോലെ കൃഷ്ണൻ നിർവഹിക്കുന്നുണ്ട്. അതാണ് ഇവിടുത്തെ വിശേഷം. അപ്പം അത് വിധിയാണെങ്കിൽ ഇത് വിധിശേഷമാണെന്ന് മൊത്തത്തിൽ കേരളത്തിൽ ഒരു പറച്ചിലുണ്ട്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തൊക്കെയാണ് ഈ ഭക്തി വളരാനുള്ള മാർഗങ്ങൾ മുഴുവൻ ശ്രീമദ് ഭാഗവതത്തിൽ കാണും. ശ്രദ്ധ അമൃതകഥായാമേ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? എന്തിനാ ഈ മുക്തസുധാകരൻ പറയാൻ സ്വാമിജി ഏറ്റെടുത്തത്? എന്താ അതിൻ്റെ കാര്യം? അമൃത കഥയാണ് ഇവിടെ. അമൃത് ഒരു കഥാരൂപത്തിൽ, ശരിയായിട്ടുള്ള തത്വകഥനം ഒരു കഥാരൂപത്തിൽ. എന്താ ഇവിടെ രംഗം? ദ്വാരക. കൃഷ്ണൻ ഉദ്ധവനോട് പറയുന്നതാ. ആ പറയുന്ന രംഗവും ബ്രഹ്മാവിൻ്റെ വരവും ഇതെല്ലാം നമ്മൾ വിവരിച്ച് കേട്ടു.
അതൊരു കഥാരൂപത്തിൽ അവതരിപ്പിച്ചു തരികയാണ്. അമൃതകഥയാണത്. നമ്മൾ ലോകത്തിൽ പല ചരിത്രങ്ങളും എഴുതും. ഇംഗ്ലീഷിലും ഉണ്ട് പല ചരിത്ര പുസ്തകങ്ങൾ. ഇന്ത്യയുടെ ചരിത്രം, ബ്രിട്ടീഷുകാരുടെ ചരിത്രം, നെപ്പോളിയൻ്റെ ചരിത്രം, യൂറോപ്പിൻ്റെ ചരിത്രം പലതും ഉണ്ട്. അതൊക്കെ അമൃതകഥയല്ല, മരണകഥയാണ് അത് മുഴുവനും. ഈ രാജാക്കന്മാർ തമ്മിൽ യുദ്ധം ചെയ്തു, പ്ലാസിയിൽ ഒരു പടപൊരുതി, അവിടെ ഇന്ന ആൾക്കാർ മരിച്ചു, മരിക്കാതെ രാജാവ് ജീവിച്ചു, ജീവിച്ച ആളും മരിച്ചു, മരിക്കാത്തവർ വല്ലവരും ഉണ്ടോ അവിടെ? അപ്പം അവിടെ അമൃതമായിട്ടോ അമരമായിട്ടോ ഒരു ചിത്രീകരണവും അവിടെ ഇല്ല. എന്നാൽ ഈ ഈശ്വര കഥകളുടെ ഉദ്ദേശം എന്താ? മനുഷ്യനിൽ അമരത്വം, അമർത്യനാണ് ഞാൻ എന്നുള്ള ഒരു തോന്നൽ ജനിപ്പിക്കുന്നതാണ്. അപ്പോൾ എവിടെയൊക്കെ കഥകളുണ്ടോ, ഈ അമൃത കഥകൾ, അത് കേൾക്കാനുള്ള ശ്രദ്ധ, അസിഡ്യുവസ് ഡിവോഷൻ ആൻഡ് ആപ്ലിക്കേഷൻ, അത് നമുക്ക് ആവശ്യമാണ്. നിങ്ങൾ ആരും വിചാരിച്ചു പോകരുത് അത് പുരാണ വായിക്കുന്നത്, അവിടെ സപ്താഹ നടക്കുന്നത്, അതിലെന്താ ഇപ്പോൾ കേൾക്കാനുള്ളത് എന്ന് വിചാരിക്കരുത്. നിങ്ങൾക്ക് സപ്താഹം കേട്ട് എല്ലാം മനസ്സിലായി എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ പോണ്ടെന്ന് വെച്ചാൽ എനിക്ക് വിരോധമില്ല. അപ്പോഴും ഈശ്വര കഥകൾ കേൾക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതുകൊണ്ട് വലിയ ഗുണമേ ഉണ്ടാവുള്ളൂ. അപ്പം അത് കേൾക്കാൻ ആരാ പോകേണ്ടത്? ചെറുപ്പക്കാരാ പോകേണ്ടത്. ജീവിതം നമുക്ക് വളരെ ഒരു പ്രശ്നമായിട്ടാണ് നിൽക്കുക. അപ്പം പലതും നേരിടുന്ന സമയത്ത്, പല വിധത്തിലും സംഘർഷം അനുഭവിക്കുന്ന സമയത്ത്, പല സമസ്യകളിലും ചെന്ന് പെടുമ്പോൾ, ആഹ്വാനങ്ങളോ വെല്ലുവിളികളോ വരുമ്പോൾ അതൊക്കെ നേരിടണമെങ്കിൽ നമുക്ക് മനസ്സിന് ശക്തി വേണം. ശക്തിയെപ്പോലെ വൈരാഗ്യം വേണം, ആത്മബലം വേണം. ഇതൊക്കെ ജനിപ്പിക്കുന്നതാണ് ഈശ്വര കഥകളുടെ ഉദ്ദേശം. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വിഭാവനം ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും ഉത്കൃഷ്ടമായിരിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു കഥാപാത്രമാണെന്ന് വെച്ചോളൂ. എന്നിട്ട് ആ ഈശ്വരൻ്റെ ഗുണഗണങ്ങൾ നാം ഇങ്ങനെ പറയുമ്പോഴും സ്തുതിക്കുമ്പോഴും എല്ലാം അത് പറയുന്നത് നമ്മുടെ വായാണ്, കേൾക്കുന്നത് നമ്മുടെ ചെവിയാണ്. ഇത് കേട്ടിട്ട് എവിടേക്കാ പോകുന്നത്? ഭഗവാന്റെ അടുക്കലേക്കാണോ ഈ വാക്കുകളൊക്കെ പോകുന്നത്, അതോ നമ്മുടെ ഉള്ളിലേക്ക്, അന്തരംഗത്തിലേക്കോ? അപ്പോൾ ഈശ്വര ഗുണഗണങ്ങൾ കേൾക്കുന്നത് നമ്മളായതുകൊണ്ട് ആ ഗുണഗണങ്ങൾ നമ്മളിൽ അലിഞ്ഞു ചേരും. അതാണ് നമുക്ക് ആവശ്യം. അപ്പം അമൃത കഥയാണ് ഇത് മുഴുവനും. അതിൽ താല്പര്യം വേണം. ശശ്വൻ മദനുകീർത്തനം. അതുപോലെ ഈ കഥ വേറെ ഒരാൾ പറയുക അല്ലെങ്കിൽ തത്വകഥനം നടത്തുക, അത് ശ്രവിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ശ്രവിച്ചിരിക്കുന്നത് പോലെ സ്വന്തമായിട്ട് സ്വഗതമായിരിക്കുന്ന ഒരു അഭ്യാസം വേണം. അതാണ് അനുകീർത്തനം എന്ന് പറഞ്ഞത്. ഈ ശ്രീമദ് ഭാഗവതം തന്നെ എടുത്ത് 4-5 അധ്യായം പ്രതിദിനം വായിക്കുന്ന ഒരു സ്വഭാവം. നാമങ്ങളാണെങ്കിൽ അത് കീർത്തനം ചെയ്യുക ലജ്ജയില്ലാതെ. അങ്ങനെ കഥകൾ ആദ്യം കേൾക്കും. കുറേ കഴിഞ്ഞാൽ നമുക്ക് വായിക്കണം എന്ന് തോന്നും. ഈ മുക്തിസുധാകരം തുടങ്ങിയതിന് ശേഷം എത്ര പേരാ ശ്രീമദ് ഭാഗവതം നേരിട്ടെടുത്ത് വായിക്കാൻ തുടങ്ങിയിട്ടുള്ളത് നിങ്ങൾക്കറിയാമോ? പലരും എന്നോട് പറഞ്ഞിട്ടുണ്ടാവില്ല, ബോംബെയിൽ നിന്നൊരു ടെലിഫോൺ കോൾ, സ്വാമിജി ഞാൻ മുക്തിസുധാകരം കേൾക്കുന്നുണ്ട്, ഒരു പുസ്തകം മേടിച്ചിട്ടുണ്ട്, ആ പുസ്തകം ഇന്ന് മുതൽക്ക് വായിക്കാൻ പുറപ്പെടുക, സ്വാമിജിയുടെ പ്രത്യേകമായ അനുഗ്രഹം വേണം, എനിക്ക് വായിക്കാനും സാധിക്കണം, വായിച്ചത് മനസ്സിലാക്കാനും പറ്റണം, ഞാൻ കഷ്ടപ്പെട്ട് വായിക്കാൻ പോവുകയാണ്, അതിനുള്ള സമയം ചെലവ് ചെയ്ത് ഒരാൾ ടെലിഫോൺ ചെയ്ത് പറയുക. ഇതിലധികം ഒരു മഹാഭാഗ്യം, ഒരു പുണ്യകർമ്മം എന്തുണ്ട്? ഈ പുണ്യകർമ്മം അത് ചെയ്യുന്നവന് മാത്രമാണോ? അതിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ടോ? ഇല്ല. അവരുടെ കുടുംബത്തേക്ക് തന്നെ, വരും തലമുറകൾക്ക് തന്നെ വലിയ ഒരു മുതൽക്കൂട്ടാണ്. എൻ്റെ മനസ്സിൽ ഒരു ഉദ്ദേശമുണ്ട്. ഞാൻ മുമ്പും നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രേക്ഷകർ എന്ത് പറഞ്ഞാലും മിണ്ടുന്നവർ വളരെ ചുരുക്കം, മിണ്ടാത്തവരാ കൂടുതൽ. ഒരാൾ മിണ്ടുന്നുണ്ടെങ്കിൽ 500 5000 ആൾ മിണ്ടാത്തവരാ. അപ്പോൾ ഈ ഒരാളെപ്പോലെ ഒരു 10 ആൾ, ഒരു 20 ആൾ, ഒരു 100 ആളും കൂടി മിണ്ടിയാൽ നമുക്ക് വലിയ സന്തോഷമാവും. അതുവരെ സന്തോഷം പൂർണ്ണമായിട്ട് തികഞ്ഞു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. എന്താ എൻ്റെ മനസ്സിലുള്ള വിചാരം? എത്രയെല്ലാം മലയാളം സംസാരിക്കുന്നവരുണ്ടോ കേരളത്തിലോ പുറത്തോ, അവരുടെ വീട്ടിലൊക്കെ ഒരു ശ്രീമദ് ഭാഗവതം ഒരു കോപ്പി എത്തിക്കണം. അത് എളുപ്പമൊന്നുമില്ല. കോടിക്കണക്കിന് കോപ്പി വേണ്ടി വരും, അല്ലെങ്കിൽ ദശലക്ഷങ്ങളെങ്കിലും വേണ്ടി വരും. അത് അവർക്ക് വാങ്ങാവുന്ന തരത്തിൽ ആ വിലയിൽ ഒതുക്കി കൊടുക്കണം, സബ്സിഡൈസ് ചെയ്ത്. അപ്പോൾ ആദ്യം തന്നെ അടിക്കുമ്പോൾ നമ്മൾ ഒരു 5000 10000 കോപ്പി അടിക്കേണ്ടി വരും. അതെങ്ങനെയാ? മൂലം ശ്ലോകങ്ങൾ തെറ്റില്ലാതെ ഉണ്ടാവണം. തെറ്റൊന്നിലും ഉണ്ടാവരുതല്ലോ. അതിന് സാധാരണ നിലയ്ക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരർത്ഥവും കൊടുക്കണം. അത് രണ്ടും കൂടി അച്ചടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 10,000-3000 പേജ് വരും. ഈ 3000 പേജുള്ള ഒരു പുസ്തകം 2-4 വോള്യൂമിൽ ഉണ്ടാക്കി എല്ലാ സ്ഥലത്തേക്കും എത്തിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭഗീരഥ പ്രയത്നമാണ്. ആ പ്രയത്നം സുഗമമാക്കി തീർക്കാൻ സാധിക്കും എങ്ങനെയാണെങ്കിൽ പ്രേക്ഷകരായ നിങ്ങളൊക്കെ
ഇത് എനിക്കും ആവശ്യമാണ്, ഞങ്ങളും ഇതിൽ പങ്കെടുക്കാം എന്ന് പറഞ്ഞ് അഹമഹമികയ സ്വാമിജി ചെയ്യൂ എന്ന് പറഞ്ഞു വന്നാലേ ഇത് നടത്താൻ പറ്റാൻ പോകുന്നുള്ളൂ. ഇതിന് വലിയ ഒരു ഓഫീസും ഒരു ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററും ഒക്കെ വേണ്ടി വരും. ഞങ്ങളുടെ ആശ്രമത്തിൽ അതൊക്കെ ഉണ്ടെന്ന് വിചാരിക്കരുത്. ഞങ്ങൾ കുറേ പുസ്തകം അച്ചടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ആശ്രമത്തിൽ വന്ന് കണ്ടാൽ നിങ്ങൾക്ക് കാണാം, വേണ്ട പുസ്തകം അലമാറയിലുണ്ട്. അത് പരിമിതമായ തോതിലേ അത് വിതരണം നടക്കുന്നുള്ളൂ. എങ്ങനെ? ഇവിടെ വരുന്നവർക്കും ഞാൻ എങ്ങാനും ഏതെങ്കിലും ജ്ഞാനയജ്ഞത്തിന് പോകുമ്പോൾ അവിടെ വിതരണം ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം അത് വിട്ട് ജനങ്ങളിൽ ഇത് എത്തിക്കണം. എങ്ങനെയാണോ ഈ സംപ്രേഷണ പരമ്പര, ഇതൊരു മഹാസത്രമാണ്. ഈ സംപ്രേഷണ പരമ്പര നിങ്ങൾക്ക് എല്ലാവർക്കും ഓൺ ചെയ്താൽ ഉടനെ കേൾക്കാനോ കാണാനോ സാധിക്കുന്നത് പോലെ അവർക്ക് വീട്ടിൽ തുറന്നു നോക്കിയാൽ ഭാഗവതം വായിക്കാൻ പറ്റണം. അതാണ് നമ്മുടെ സക്സസ്, നമ്മുടെ വിജയം. ആരുടെ വിജയം? പ്രേക്ഷകരായ നിങ്ങളുടെ വിജയം. നിങ്ങളുടെ ആ സ്വാർത്ഥത, തനിക്ക് മാത്രം ഞാൻ കേൾക്കണു മുക്തി സുധാകരം, ഞാൻ കേൾക്കണു മുക്തി സുധാകരം, എൻ്റെ കുട്ടികളെ കൊണ്ട് കേൾപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഒതുങ്ങി നിൽക്കരുത്. ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും കേൾക്കുന്നത് പോലെ അനവധി കുടുംബാംഗങ്ങളും കേൾക്കണം എന്നൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിൽ എപ്പോൾ പൊട്ടിവിരിയുന്നുവോ അന്നേ ഈ മുക്തി സുധാകരത്തിൻ്റെ മഹാജ്ഞാന പ്രചരണ ദൗത്യം സഫലമാകാൻ പോകുന്നുള്ളൂ. സഫലമായി എന്ന് പറഞ്ഞുകൂടാ, സാഫല്യത്തിനുള്ള തുടക്കം കുറിക്കുള്ളൂ. ശശ്വന്മദനുകീർത്തനം. അപ്പൊ ഭാഗവതം കഥകളെല്ലാം തത്വകഥനം കേൾക്കുന്നത് പോലെ അടുത്ത സ്റ്റെപ്പാണ് അനുകീർത്തനം, പാടുക. പരിനിഷ്ഠാച പൂജായാം സ്തുതിഭിഃ സ്തവനം മമ. ഈ ഹിന്ദു സംസ്കാരത്തിൻ്റെ വിശേഷം നിങ്ങൾ വേണ്ടതുപോലെ അറിയാത്തത് കൊണ്ടാണ്. ബാക്കി എല്ലാവരും ഭഗവാനെ സ്തുതിക്കും. നമ്മുടെ ക്ഷേത്രങ്ങളോ അതിന് സമാനമായിട്ടുള്ള മറ്റു ദേവാലയങ്ങൾ അതാത് മതങ്ങളിലുണ്ടല്ലോ, അവിടെ പോയിട്ട് ആരെങ്കിലും ഒരാൾ പറയും, എന്തെങ്കിലും പറയും, കേൾക്കും. അതേ ഉള്ളൂ. പറയലും കേൾക്കലും, പറയലും കേൾക്കലും. ഈ പറയുക എന്ന് പറയുന്നത് നാവ് കൊണ്ട്, കേൾക്കുക എന്ന് പറയുന്നത് ചെവി കൊണ്ട്. പറയുന്നത് എന്ന് പറഞ്ഞാൽ വാക്കാണത്, നാവിൽ നിന്ന് വരുന്ന ശബ്ദം. കേൾക്കുക എന്ന് പറയുമ്പോൾ ജ്ഞാനേന്ദ്രിയമാണ്. അപ്പം ജ്ഞാനേന്ദ്രിയം അവിടെ ഒരെണ്ണം പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ സംസാര. വാസ്തവത്തിൽ കർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് ഏതാ? കയ്യും കാലുമാണ്. അപ്പം ഈ കയ്യിനും എന്തെങ്കിലും ഒരു പങ്കാളിത്വം നമ്മൾ അനുഷ്ഠിക്കുന്നതായ ഭക്തി അനുഷ്ഠാനങ്ങളുണ്ടല്ലോ അതിൽ കൊടുക്കണം. അതാണ് നമ്മളുടെ ഈ പൂജ, യാഗം, യജ്ഞം എന്ന് പറഞ്ഞ് വലിയ ഒരു സംസ്കാരമാണ് നമ്മുടെ പൂർവികർ നമുക്ക് സമ്മാനം നൽകിയിട്ടുള്ളത്. നമ്മുടെ ഹോമകുണ്ടങ്ങൾ എത്ര തരാം? സാധാരണ ഹോമകുണ്ടം സമചതുരത്തിലാണ്. അത് വെറുതെ അല്ല, 3 മേഖലയായിട്ടുണ്ടാക്കണം, ഓഫ്സെറ്റ് ചെയ്ത്. അതുപോലെ അർദ്ധവൃത്തത്തിലുണ്ട്, വൃത്തത്തിലുണ്ട്, പിന്നെ 4 സ്ക്വയറായിട്ടുള്ളതുണ്ട്, വട്ടത്തിലുണ്ട്, 5 5 കോൺ, ഷഷ്ടകോൺ, സപ്തകോൺ, അഷ്ടകോൺ, ഇങ്ങനെ പലതരത്തിലുള്ളതും ഉണ്ടാവാം. അങ്ങനെ പലതരത്തിലുള്ള ഹോമകുണ്ടങ്ങൾ ഉണ്ടാക്കി അതിന് ഓരോന്നിനും ഓരോ പ്രയോജനവും ഓരോ ലക്ഷ്യവും നിർണയിച്ച് എത്ര പ്രകാരത്തിലുള്ള ഹോമമാണ്, എന്തെല്ലാം മന്ത്രങ്ങളാണ്, അതിന് നമ്മൾക്ക് സംഭരിക്കാനുള്ള സാമഗ്രികളോ എത്രയെത്ര സ്ഥലത്തിലേക്ക് പോകേണ്ടി വരും. ചില പ്രത്യേക പൂക്കളും ചില പ്രത്യേക സാധനങ്ങളും ഉണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ തെരഞ്ഞു പിടിച്ച് ആ സ്ഥലത്ത് പോയാലേ അത് കിട്ടുള്ളൂ. ഇതൊക്കെ ചെയ്യുന്നത് എന്താ? അത് സംഭരിക്കാനുള്ള പ്രയത്നമാണ് നമ്മുടെ ഭക്തി അനുഷ്ഠാനം. പിന്നെ വളരെ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നതാണ് പണം. ആ പണം കൊടുത്ത് മേടിക്കുന്നതാണ് എല്ലാ സംഗതികളും. അതിൽ പശുവിൻ്റെ നെയ്യടക്കം എല്ലാം തന്നെ ഹോമിക്കുക എന്ന് പറയുമ്പോൾ ക്ഷണത്തിൽ കത്തി ജ്വലിച്ചു പോകുന്നതാണ്. അപ്പം നമ്മുടെ മുതൽ ഭഗവാന് വേണ്ടി കൊടുക്കണം എന്നുള്ളൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ ജനിച്ചാൽ അത് ഭക്തിയുള്ളവർക്കേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഭക്തി ജനിപ്പിക്കാനായി പലതരത്തിലുള്ള സമ്പ്രദായങ്ങളുണ്ട്. അതിൽ ലളിതമായിട്ടുള്ളത് എന്താ? നല്ല നല്ല പൂക്കൾ. ഇപ്പം മഹാവിഷ്ണുവിനാണെങ്കിൽ വെളുത്ത പുഷ്പം, മഞ്ഞ പുഷ്പം, ചുവന്നത് എടുക്കാറില്ല. അപ്പോൾ വെളുത്തതും മഞ്ഞയുമായിട്ടുള്ള പുഷ്പങ്ങൾ, തുളസി അടക്കം എടുത്തിട്ട് ഭഗവാനെ പൂജിക്കുക എന്ന് പറയുമ്പോഴോ നമ്മളുടെ കയ്യിലുള്ള സാധനങ്ങൾ എടുത്ത് ഭഗവാന് കൊടുത്ത് ഒരു ഇൻട്രാക്ഷൻ, ആ സമ്പർക്കത്തിന് ഒരു പുതിയ മാനം, ഒരു പുതിയ ഊഷ്മളത വന്നു. ഇങ്ങനെ ഇരുന്ന് പറയുന്ന സമയത്ത് അത് അത്ര വന്നു എന്ന് വരില്ല. ചിലർക്ക് ഇരുന്ന് പറയാൻ പറ്റില്ല, പൂജയാണെങ്കിൽ കാണാനിഷ്ടമാണ്. അപ്പം നല്ല നല്ല പൂക്കളെടുത്ത് പുഷ്പങ്ങളെടുത്ത് അത് നന്നാക്കി, അത് നന്നാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. തെച്ചിപ്പൂവിൻ്റെ ഉള്ളിൽ ഒരാരുണ്ട്. എൻ്റെ പൂർവാശ്രമത്തിൽ അമ്മ എപ്പോഴും പറയും, തെച്ചിപ്പൂവ് കൊണ്ടുവന്നാൽ അതിൻ്റെ ഉള്ളിലെ ആര് നീക്കണം. അത് എളുപ്പമല്ല. തെച്ചിപ്പൂവിൻ്റെ തണ്ട് വളരെ വണ്ണം കുറഞ്ഞതാണ്. ആ 4 ഇതളിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ മൊട്ടുണ്ടാവും. ആ മൊട്ട് പൊട്ടാതെ പിടിച്ച് വലിച്ചാലേ ആ നാര് പുറത്തേക്ക് വരുള്ളൂ.
അപ്പോൾ തെച്ചിപ്പൂവിൻ്റെ ആര് കളയണമെന്ന് പറയുമ്പോൾ കണ്ണും കയ്യും അവിടെ നല്ലപോലെ ജോലി ചെയ്യണം. 1000 പൂവുണ്ടെന്ന് വിചാരിക്കുക, 1000 തവണ അതിൻ്റെ ആര് ഒറ്റയ്ക്ക് എടുത്ത് കളയേണ്ടി വരും. അതിൽ വെടുപ്പുകേട് ഉണ്ടാവരുത്, വൃത്തിയുള്ള പുഷ്പങ്ങളാവണം. അവിടെ ഇവിടെ മുറിക്കരുത്. അതിൻ്റെ തണ്ട് മുറിക്കുന്ന സമയത്ത് ഒരുപോലെ വേണം കളയാൻ. അങ്ങനെ ശ്രദ്ധയാണ് ഇവിടെ മുഴുവനും പ്രധാനം. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ അസിഡ്യുവസ് ആപ്ലിക്കേഷൻ. നമ്മുടെ കണ്ണും കയ്യും മനസ്സും എല്ലാം തന്നെ അവിടെ നല്ലപോലെ പതിഞ്ഞ് സംയുക്തമായി പതിഞ്ഞിരിക്കുന്നതാണ് ഈ ശ്രദ്ധ. ഒരു മനുഷ്യൻ എത്ര ശ്രദ്ധയുണ്ടോ ആ ശ്രദ്ധയ്ക്ക് അനുസരിച്ചാണ് അവൻ്റെ നേട്ടം മുഴുവനും.